മച്ച് മണി ഡു യു നീഡ്, ഹൗ മെനി മണി ഡു യു നീഡ്. ഇതിൽ ഏതാ കറക്റ്റ്? ഈ ഹൗ മച്ച് ആൻഡ് ഹൗ മെനി കുറച്ച് കൺഫ്യൂസിംഗ് ആണ് അല്ലെ? സോ ഒരു കൺഫ്യൂഷൻ ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലിയർ ചെയ്താണ്. ഇവിടെ കറക്റ്റ് സെന്റൻസ് ഹൗ മച്ച് മണി ഡു യു നീഡ് എന്നുള്ളതാണ്. ഓക്കെ, ഹൗ മെനി അല്ല, ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരിക ഹൗ മച്ച് എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. സോ ഹൗ മച്ച് ആൻഡ് ഹൗ മെനി എത്ര എന്നുള്ള മീനിങ്ങിൽ ഒരു ക്വാണ്ടിറ്റി പറയാൻ വേണ്ടിയിട്ട്, ഒരു അളവ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഹൗ മെനി യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെയും ഹൗ മച്ച് യൂസ് ചെയ്തത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെയാണ്. ഓക്കെ, കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി എണ്ണാൻ പറ്റുന്ന നൗൺസ് ആണ്, ലൈക് ബുക്ക്, പെൻ, പെൻസിൽ എക്സെട്ര. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡയറക്ട്ലി കൗണ്ട് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുക, ലൈക്ക് വാട്ടർ, മിൽക്ക്, ഷുഗർ എക്സെട്ര. അങ്ങനെയുള്ളതിനെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, സോ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമ്മൾ ഹൗ മെനി യൂസ് ചെയ്യും, അൺകൗണ്ടബിൾ ആയിട്ടുള്ളതിന്റെ കൂടെ നമ്മൾ ഹൗ മച്ച് യൂസ് ചെയ്യും. ഇനി ഈ കൊടുത്തിരിക്കുന്ന സെൻസുകളൊക്കെ നമുക്കിപ്പോൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് വൺ നോക്കാം, കപ്പിൽ ഇനി എത്ര പാൽ ബാക്കിയുണ്ട്, അതെങ്ങനെ നമുക്ക് പറയാം? ഹൗ മച്ച് milk is left in the cup. How much milk is left in the cup? നീ എത്ര ബുക്കുകളാണ് വാങ്ങിയത്, അതെങ്ങനെ പറയാം? How many books did you buy? How many books did you buy? ഇനി തേർഡ് വൺ, ഇനി എത്ര സമയം ബാക്കിയുണ്ട്, അതെങ്ങനെ പറയാം? How much time is left? How much time is left? അപ്പൊ ഹൗ മച്ച് ആൻഡ് ഹൗ മെനി ക്ലിയർ ആയില്ലേ? ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.